സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ആത്മാവിനോട് പോരടിക്കരുത് എന്നതിനെക്കുറിച്ചാണ്. ഹെബ്രായ ലേഖനം 3-ാം അധ്യായം 16-17 തിരുലിഖിതങ്ങൾ. ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചിട്ടും ചിലരെല്ലാം എതിർപ്പ് കാണിച്ചില്ലേ? മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവരല്ലേ അവർ? അവരുമായല്ലേ അവർ 40 സംവത്സരങ്ങൾ മല്ലടിച്ചത്? അവരുടെ ശരീരങ്ങളല്ലേ പാപം മൂലം മരുഭൂമിയിൽ നിബദിച്ചത്? യേശുക്രിസ്തുവിൻ്റെ വാത്സല്യഭാജനങ്ങളായ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഈ മണിക്കൂർ സ്വർഗം ഇടപെടുന്ന മണിക്കൂറാണ്. കഴിഞ്ഞ നാളുകളിൽ ടെലിവിഷനിലൂടെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ആയിരക്കണക്കിന് ദൈവമക്കളുടെ ജീവിതങ്ങളിൽ പ്രകടമായ ദൈവിക ഇടപെടലുകളുണ്ടായി. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് പ്രകാശ്. കാസർഗോഡ് ജില്ലയിലെ മാലോം ഇടവക്കാരനായ ഞാൻ മുടങ്ങാതെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ സംബന്ധിക്കാറുണ്ട്. അടുത്ത കാലത്തായി മെയ് മാസം 2-ാം തീയതി ഞായറാഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം സംഭവിച്ചു. എനിക്കുണ്ടായിരുന്ന ഒരു ദുർപീഡ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ സംബന്ധിച്ചപ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ചു, വിട്ടുമാറിപ്പോയി. എൻ്റെ പ്രശ്നം അശുദ്ധമായ വാക്കുകൾ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ ഞാൻ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ഈ ദുർപീഡയാണ് ഞാൻ ഞായറാഴ്ച രാത്രി 8:30 തൊട്ട് 9 മണി വരെയുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ എന്നിൽ നിന്ന് വിട്ടുമാറിപ്പോയത്. ഈ വിഷയം ഞാൻ അനേകം വ്യക്തികളോട് ഇതിനു മുമ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും അതിൻ്റെ മോചനത്തിനായി യത്നിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും അത് വിട്ടുമാറി പോയിരുന്നില്ല. എന്നാൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ യേശുവിൻ്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിച്ചു. വലിയ വിടുതൽ എനിക്ക് സംഭവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കാസർഗോഡുള്ള മാലോമിൽ നിന്ന് പ്രകാശ് എന്ന ഒരു ദൈവ പൈതൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. ഇതാ സ്വർഗം ഇടപെടുന്ന അത്ഭുതത്തിൻ്റെ മണിക്കൂറുകളിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഓരോ കുടുംബങ്ങളിലും ഓരോ ജീവിതങ്ങളിലുമുള്ള ഓരോ അവസ്ഥകളിലേക്ക് കർത്താവിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. കരഞ്ഞ് എല്ലാവരും നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ സമൂഹങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. ഇവരെ കാലാകാലങ്ങളായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര പീഡകളും, എല്ലാ ഭാരങ്ങളും, രോഗത്തിൻ്റെ കെട്ടുകളും, തടസ്സങ്ങളും, പൈശാചിക പീഡകളും, കുടുംബ പരാജയങ്ങളും, ഓരോ അനർത്ഥങ്ങളും, ജീർണശക്തികളും, നാശത്തിൻ്റെ എല്ലാ ആധിപത്യങ്ങളും ഇപ്പോൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറിപ്പോകട്ടെ. ഓ ദൈവമേ, ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ബാലികാ ബാലന്മാരെയും യുവതിവാക്കന്മാരെയും അവിടുന്ന് സ്പർശിക്കണമേ. പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനും ബലി അർപ്പിക്കാനും സന്ധ്യാപ്രാർത്ഥന കൂടാനും ബൈബിൾ വായിക്കാനും നന്നായി പഠിക്കാനും തടസ്സം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ബാലികാ ബാലന്മാരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും എല്ലാ ദുർപീഡകളും കർത്താവായ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അനുസരണക്കേടിൻ്റെയും താന്തോന്നിത്വത്തിൻ്റെയും വഷള സ്വഭാവത്തിൻ്റെയും പോരടിക്കുന്ന പ്രകൃതത്തിൻ്റെ അരൂപികൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഓ ദൈവമേ, ഇപ്പോൾ പ്രഘോഷിക്കപ്പെടുന്ന
വായിക്കപ്പെടുന്ന ഓരോ വചനങ്ങളും നിത്യരക്ഷയുടെ വചനങ്ങളായി മാറാൻ തടസ്സമായി നിൽക്കുന്ന ഹൃദയകാഠിന്യം, വിശ്വാസക്കുറവ്, ഭക്തിരാഹിത്യം, എതിർചിന്തകൾ, താന്തോന്നിത്തം, മാത്സര്യ പ്രകൃതി, അനുതാപമില്ലായ്മ, ദൈവത്തോട് തുറവിയില്ലാത്ത അന്തരീക്ഷം, ഇങ്ങനെയുള്ള ഓരോ മേഖലകളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ഈ മേഖലകളിൽ കാലാകാലങ്ങളായി ദൈവമക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പീഡകശക്തികൾ നസ്രായന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഓ ദൈവമേ, സ്പർശിക്കണമേ, സ്പർശിക്കണമേ. മദ്യപാനികൾ, കഠിന രോഗബന്ധങ്ങളിരിക്കുന്നവർ, നിരാശപ്പെട്ടിരിക്കുന്നവർ, ആത്മഹത്യ പ്രവണതയുള്ളവർ ഇപ്പോൾ വിടുതലും സൗഖ്യവും പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന. യേശുവേ, ആരാധന. യേശുവേ, ആരാധന. യേശുവേ, സ്തോത്രം. യേശുവേ, നന്ദി. യേശുവേ, സ്തോത്രം. യേശുവേ, നന്ദി. യേശുവേ, സ്തോത്രം. യേശുവേ, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 3-ാം അധ്യായം 16-ഉം 17-ഉം തിരുലിഖിതങ്ങൾ. ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചിട്ടും ചിലരെല്ലാം എതിർപ്പ് കാണിച്ചില്ലേ? മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവരല്ലേ അവർ? അവരുമായല്ലേ അവർ 40 സംവത്സരങ്ങൾ മല്ലടിച്ചത്? അവരുടെ ശരീരങ്ങളല്ലേ പാപം മൂലം മരുഭൂമിയിൽ നിബദിച്ചത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മീയ മണ്ഡലത്തിൽ ചിറകടിച്ച് ഉയരാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ ഗൗരവത്തിൽ വീക്ഷിക്കേണ്ട ഒരു ആത്മീയ പ്രശ്നമാണ് പരിശുദ്ധാത്മാവിനോട് പോരടിക്കാൻ പ്രേരിപ്പിക്കുന്ന ദുരാത്മാവിൻ്റെ പ്രവർത്തനം. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുദിനം ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി പാതകൾ തുറക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടുത്തുമ്പോൾ, ആ പദ്ധതികളോട് മല്ലടിച്ചുകൊണ്ട് അന്ധകാരത്തിൻ്റെ ദുരാത്മാക്കൾ എൻ്റെയും നിങ്ങളുടെയും ചിന്താഗതികളെയും എൻ്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാടുകളെയും സ്വാധീനിച്ച് എതിർ ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ്റെ പ്രവർത്തനത്തോട് പോരടിക്കുന്ന ഒരു ദുരാത്മാവുണ്ട് എന്ന് ഞാനും നിങ്ങളും അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. അത് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴാണെങ്കിലും, ഞായറാഴ്ച ദേവാലയത്തിലേക്ക് ബലിയർപ്പണത്തിന് പോകുമ്പോഴാണെങ്കിലും, ദൈവവചന പ്രഘോഷണത്തിനും ആത്മീയ ശുശ്രൂഷകൾക്ക് പോകുമ്പോഴാണെങ്കിലും, ഒരു ദൈവരാജ്യത്തിൻ്റെ ഒരു ശുശ്രൂഷയെ പങ്കെടുക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ഒരു നയിക്കലിന് ഞാനും നിങ്ങൾ വിധേയപ്പെടുമ്പോഴൊക്കെ ഈ ഒരു ദുരാത്മാവിൻ്റെ പീഡ എന്നെയും നിങ്ങളെയും ഉപദ്രവിക്കും എന്നത് ഞാനും നിങ്ങൾ മറക്കരുത്. ബൈബിളിൽ ഇതിന് ഒരുപാട് സംഭവങ്ങൾ ഉപോത്ബലകമായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അത് രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 7-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതാ, ഏലീഷ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് കര കവിഞ്ഞ് കുലം കൊത്തി ഒഴുകുന്ന വലിയ നദീജലപ്രവാഹം പോലെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവഹിക്കുകയാണ്. എന്നാൽ ആ ദൈവാത്മാവിൻ്റെ ശക്തമായ ഇടപെടലുന്ന സമയത്ത് അതിനോട് മല്ലടിക്കുന്ന ഒരു ആത്മാവിനെയും നമുക്കവിടെ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാജാക്കന്മാർ 2-ാം പുസ്തകം 7-ാം അധ്യായം 1 മുതൽ ഉള്ള സംഭവത്തിൻ്റെ ഒരു പശ്ചാത്തലം ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സിറിയ രാജാവായ ബെൻഹദാദ് എന്ന രാജാവ് ഒരുപാട് സൈന്യനിരകളുമായി വന്ന് സമരിയ രാജ്യത്തിനെതിരെ വലിയ ഒരു ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെ ആ ഉപരോധത്തിൽപ്പെട്ട് തകർന്ന് സമരിയ ദേശം മുഴുവനും കഠിനമായ ക്ഷാമത്തിൻ്റെ പിടിയിലേക്ക് അമർന്നു. സമരിയായിൽ കൊടിയ പട്ടിണിയുണ്ടായി. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, ഒരു കഴുതത്തലയ്ക്ക് 8 ഷെക്കൽ വെള്ളിയും 1/4 കാബ് കാട്ടുള്ളിക്ക് 5 ഷെക്കൽ വെള്ളിയും വിലയായിരുന്നു. അത്രമാത്രം വലിയ ദാരിദ്ര്യവും ക്ഷാമവും വിലക്കയറ്റവും രാജ്യത്തുണ്ടായി. അമ്മമാർ സ്വന്തം മക്കളെ വേവിച്ച് തിന്നുന്നത്ര പട്ടിണി ആ രാജ്യത്തുണ്ടായി. അങ്ങനെ സമരിയ രാജ്യം മുഴുവൻ കൊടിയ പട്ടിണി അമർന്നപ്പോൾ സമരിയ രാജാവും സേനാ നായകനും കൂടി ഏലീഷ പ്രവാചകൻ്റെ അടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏലീഷ പ്രവാചകന്റെ മേൽ ആത്മാവിൻ്റെ ശക്തി അത്ഭുതകരമായി വ്യാപരിച്ചു.
എലീഷ പ്രവാചകൻ പറഞ്ഞു, അല്ലയോ രാജാവേ, നാളെ ഈ സമയത്തിന് മുമ്പ് ഈ രാജ്യം മുഴുവൻ സമൃദ്ധി കൊണ്ട് നിറയും. ആളുകളെല്ലാം ധാരാളം ഭക്ഷണം കഴിച്ച് സമൃദ്ധിയിൽ ഉണ്ട് നിറഞ്ഞ് തിന്ന് അവരുടെ മൂക്കി കൂടെ പുറത്തു വരാൻ തക്കവണ്ണം വലിയ സമൃദ്ധി നാളെ ഈ നേരത്തിന് മുമ്പ് ഈ രാജ്യത്ത് സംഭവിക്കും എന്ന് എലീഷ പ്രവാചകൻ ഒരു പ്രവചനം നടത്തി. ഇത് കേട്ട ഉടനെ ഇതാ ഈ സേനാനായകൻ്റെ പടനായകൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിനോട് പോരടിക്കുന്ന ആത്മാവ് ഇതാ പെടഞ്ഞ് ചാടി എഴുന്നേറ്റു. ആ ആത്മാവ് സംസാരിക്കുകയാണ്. സേനാനായകനിലൂടെ ആ ആത്മാവ് പറയാണ്, അയ്യോ, നാളെ ഈ സമയമാകുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ സമൃദ്ധി അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ദൈവം ആകാശം തുറന്ന്, ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് തുരുതുരാന്ന് ഇങ്ങോട്ട് ഭക്ഷണധാന്യങ്ങൾ ഇട്ടാൽ പോലും ഇത് സംഭവിക്കുകയില്ല. ഈ പടനായകൻ വേഗം കയറി കട്ട് ചെയ്ത് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ചിന്താഗതികളെ ഉദ്ദീപിപ്പിക്കുന്ന ആത്മാവിൻ്റെ പ്രവർത്തനമാണ് അനേകം ദൈവമക്കളിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടക്കാൻ തടസ്സമായി നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കാൻ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവരാജ്യാനുഭവം ഉണ്ടാകാൻ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് മല്ലടിക്കുന്ന ഈ പോരടിക്കുന്ന ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ടോ? പരിശുദ്ധാത്മാവിനോട് പോരടിക്കുന്ന ഒരു ആത്മാവുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധാത്മാവിനോട് പോരടിക്കുന്ന ഈ ആത്മാവുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ദൈവാനുഭവത്തിൻ്റെ വാതിൽ അടയ്ക്കപ്പെട്ട് തന്നെ കിടക്കും എന്നാണ് തിരുലിഖിത പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാ ഈ പടനായകൻ ഇങ്ങനെ ഈ പോരടിക്കുന്ന ആത്മാവിൻ്റെ പിടിയിലമർന്നു. അദ്ദേഹം പോരടിക്കുന്ന ആത്മാവിൻ്റെ ചിന്താഗതികൾ ഉൾക്കൊണ്ട്, പോരടിക്കുന്ന ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് പ്രവർത്തിച്ചു, പ്രേരണ അനുസരിച്ച് സംസാരിച്ചു, പ്രേരണ അനുസരിച്ച് കണ്ടു. എന്നാൽ എലീഷ പ്രവാചകൻ ഈ ആത്മാവ് നിറഞ്ഞ പടനായകനോട് പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞത് തന്നെ നാളെ ഈ നേരത്തിനുള്ളിൽ സംഭവിച്ചിരിക്കും. എന്നാൽ അത് തിന്നാൻ നീ നാളെ ഈ നേരത്ത് ഭൂമുഖത്തുണ്ടായിരിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞനുസരിച്ച് ശക്തമായി ദൈവം ഇടപെട്ടു. ജനത്തിന് മുഴുവൻ വലിയ സമൃദ്ധി ഉണ്ടായി. വലിയ രാത്രിയിൽ ദൈവത്തിൻ്റെ അതിശക്തമായ വ്യൂഹങ്ങൾ, മാലാഖ വ്യൂഹങ്ങൾ ഇറങ്ങി ദൈവശക്തി വ്യാപരിച്ച് ബെൻഹദാദും സിറിയ രാജാവും സൈന്യനിരകളും രാത്രിക്ക് രാത്രി പലായനം ചെയ്തു. നേരം വെളുത്തപ്പോഴേക്കും സമരിയ രാജാവ് സിറിയ രാജാവിൻ്റെ ധാന്യശേഖരങ്ങളെല്ലാം രാജ്യത്തേക്ക് കൊണ്ടുവന്നു. ഈ കൊടും ക്ഷാമത്തിരുന്ന രാജ്യത്ത് മുഴുവൻ ധാന്യശേഖരം കൊണ്ട് സമൃദ്ധി ഉണ്ടായി. ജനങ്ങളെല്ലാം അത് വാങ്ങാൻ വേണ്ടി വലിയ ആവേശത്തോടെ വന്നു. അങ്ങനെ തിക്കും തിരക്കും കൂടിയപ്പോൾ രാജാവ് സൈന്യത്തെ നിയോഗിച്ചു. സൈന്യത്തിന് നേതൃത്വം കൊടുത്ത പടനായകൻ സൈന്യത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യേക നേരത്ത് തിക്കും തിരക്കിലും പെട്ട് ഇതാ പടനായകൻ ജനത്തിൻ്റെ ചവിട്ടേറ്റ് അരഞ്ഞ് അന്തിശ്വാസം വലിച്ചു. എല്ലാവരും സമൃദ്ധി നിറഞ്ഞപ്പോൾ ഇതാ ഈ പടനായകനെ കൊട്ടയ്ക്കകത്ത് അടിച്ചുകോരി എടുത്തുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായത്. ഹല്ലേലൂയ. ജനം മുഴുവൻ ദൈവാനുഭവത്തിൽ ആറാടിയപ്പോൾ, ജനം മുഴുവൻ ദൈവാനുഭവത്തിൽ അർമാദിച്ച് നടന്നപ്പോൾ ഇതാ പടനായകൻ വെറും പൊടിയായി ഇതാ തകർന്ന് തരിപ്പണമാക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് തന്നെയാണ് ഈശോയുടെ ജീവിത കാലഘട്ടത്തിൽ, ഈശോയുടെ പ്രവർത്തനത്തിൻ്റെ സമയത്ത് പല പണ്ഡിതന്മാരും ഈശോയോട് വെച്ച് പുലർത്തിയിരുന്ന മനോഭാവം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. ദൈവാത്മാവിൻ്റെ ശക്തി കൊണ്ട് വലിയ ദൈവരാജ്യ രഹസ്യങ്ങൾ പ്രഘോഷിക്കപ്പെട്ടപ്പോൾ, ദൈവരാജ്യത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ പണ്ഡിതന്മാർ, ഫരീസയന്മാർ, നിയമജ്ഞന്മാർ അവർ പറഞ്ഞു, ഇതൊന്നും ദൈവത്തിൻ്റെ അല്ല, ഇതൊന്നും ശരിയല്ല, ഇതൊന്നും ദൈവത്തിൻ്റെ അല്ല, ഇവൻ ശരിയല്ല, ഇവൻ തെറ്റാണ്, ഇവൻ ദൈവത്തിൻ്റെ ഒന്നും അല്ല, ഇതിവൻ ബേൽസബൂലിനെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്. പോരടിക്കുന്ന ആത്മാവിൻ്റെ വേറൊരു പ്രവർത്തന രീതിയാണത്. ഇവൻ ബേൽസബൂലിനെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്. നോക്ക്, ദൈവത്തിൻ്റെ ആത്മാവ് വളരെ പ്രകടമായി കൺമുമ്പിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ പണ്ഡിതന്മാർ, ഫരീസയന്മാർ, നിയമജ്ഞന്മാർ, വലിയ ജ്ഞാനികൾ, പ്രഭുക്കന്മാർ അവർക്ക് തോന്നുകയാണ് ഇവനെ അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു മനോഭാവം. ദൈവരാജ്യത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിലൂടെ എനിക്കും നിങ്ങൾക്കും ചുറ്റിലും പ്രവർത്തിക്കുമ്പോൾ
പരിശുദ്ധാത്മാവിനോട് പോരടിക്കുന്ന ആത്മാവ് എന്നിൽ നിങ്ങളിലുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഉൾക്കൊള്ളാനോ ആ വ്യക്തിയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കണമെന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കാനോ അതിൽ ആഹ്ലാദിക്കാനോ കഴിയാത്ത ഒരു നരിച്ചീർ പിടിച്ച ഒരു മൂടപടം പിടിച്ച ഒരു സ്വഭാവം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പോരടിക്കുന്ന ആത്മാവ് രൂപപ്പെടുത്തിയെടുക്കും എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. യേശു ദൈവപുത്രനായ യേശുവിൻ്റെ കരങ്ങളിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫരീസയന്മാരും നിയമജ്ഞന്മാർക്കും തോന്നുകയാണ്, ഇവൻ ബേൽസബൂലിനെ കൊണ്ട്, ഇവൻ പിശാചുകളുടെ തലവനെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനോട് പോരടിക്കുന്ന ദുരാത്മാവിൻ്റെ മറ്റൊരു പ്രവർത്തന മേഖലയാണിത്. അതുകൊണ്ട് യേശുവിൻ്റെ മനം നൊന്ത്, അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 29-30 വാക്യങ്ങൾ. പരിശുദ്ധാത്മാവിനോട് മല്ലടിച്ച ഈ ആളുകളെ കണ്ടപ്പോൾ യേശു അവരോട് ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവിന് എതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല, അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് പറഞ്ഞതിനാലാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ ഇങ്ങനെയുള്ള പരിശുദ്ധാത്മാവിനോട് പോരടിക്കുന്ന ആത്മാവിൻ്റെ പിടിയിൽ ഞാനും നിങ്ങളും അമർന്നാൽ ഒരു കാലത്തും മോചനമില്ലാത്ത പാപ ബന്ധനത്തിൽ ഞാനും നിങ്ങൾ അടിമപ്പെട്ടു പോകും. നിത്യ പാപത്തിന് ഞാനും നിങ്ങൾ ഉത്തരവാദിയായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് തന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ ഉള്ളിലും വരാം. ദൈവത്തിൻ്റെ വചന ശുശ്രൂഷ ചെയ്യുന്നവർ, ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്നവർ, കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന നേതൃത്വം കൊടുക്കുന്ന മാതാപിതാക്കന്മാർ, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നേതൃത്വം കൊടുക്കുന്നവർ, ആത്മീയ രംഗത്ത് പ്രശോഭിച്ചുകൊണ്ട് നിൽക്കുന്ന ശുശ്രൂഷകർ, ഇവരുടെ എല്ലാം മനസ്സിലും ഇങ്ങനെയുള്ള പരിശുദ്ധാത്മാവിനെ പോരടിക്കുന്ന ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകാം. അത് ഒരു സംശയത്തിൻ്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുക. ഇത് നമ്മൾ കാണുന്നത് സംഖ്യയുടെ പുസ്തകത്തിലാണ്. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം. ജനം മുഴുവൻ ഇറച്ചിക്ക് വേണ്ടി മുറവിളി കൂട്ടുകയാണ്. ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം പറഞ്ഞു, ഞാൻ ഇവർക്ക് സമൃദ്ധമായി ഇറച്ചി നൽകും. ഇവർ തിന്ന് ഇവരുടെ മൂക്കിൽ കൂടെ പുറത്തു വരാൻ തക്ക വിധം ഞാൻ ഇവർക്ക് ഇറച്ചി നൽകും. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 19-ാം വാക്യം. 1, 2, 5, 10, 20 ദിവസത്തേക്കല്ല നിങ്ങളത് തിന്നുക. നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നത് വരെ 1 മാസത്തേക്ക് നിങ്ങളത് ഭക്ഷിക്കും. ഇതിങ്ങനെ ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. ഉടനെ ദൈവത്തിൻ്റെ കൂടെ നടന്ന് ദൈവത്തിൻ്റെ ശക്തി കണ്ട് മനസ്സിലാക്കിയ മോശപ്രവാചകൻ്റെ ഉള്ളിൽ പോലും ഈ പരിശുദ്ധാത്മാവിനോട് പോരടിക്കുന്ന ആത്മാവിൻ്റെ ഒരു പീഡയുണ്ടായി. ഉടനെ ഈ ആത്മാവ് മോശപ്രവാചകന് തോന്നൽ കൊടുക്കുകയാണ്. ഉള്ളിൽ വന്ന ആ തോന്നൽ മോശ ഉള്ളതുപോലെ ദൈവത്തിൻ്റെ സന്നിധി എളിമയോടെ പറയുകയാണ്. അതാണ് സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 21-22 വാക്യങ്ങൾ. മോശ കർത്താവിനോട് പറഞ്ഞു, എന്നോടൊത്ത് 6 ലക്ഷം യോദ്ധാക്കൾ തന്നെയുണ്ട്. എന്നിട്ടും അങ്ങ് പറയുന്നു 1 മാസത്തേക്ക് അവർക്ക് ഞാൻ മാംസം നൽകാമെന്ന്. ആടുകളെയും കാളകളെയും അവർക്ക് മതിയാവോളം അങ്ങ് അറക്കുമോ? അവർക്ക് തൃപ്തിയാവുവോളം അവിടുന്ന് കടലിലെ മത്സ്യത്തെ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടുമോ? നോക്ക്, മോശപ്രവാചകൻ്റെ ഉള്ളിലും ഒരു സംശയത്തിൻ്റെ രീതിയിൽ ഈ ആത്മാവ് പ്രവർത്തിക്കുകയാണ്. അതായത് 6 ലക്ഷത്തോളം ഭടന്മാർ തന്നെ കൂടെയുണ്ട്. അപ്പോൾ ചിന്തിച്ചു നോക്കി, എത്ര ആടുകളെയും കാളകളെയും അറക്കണം? അതിനനുസരിച്ച് ജനങ്ങൾ, കുട്ടികൾ, യുവതിവാക്കന്മാർ, സ്ത്രീകൾ, ജനങ്ങൾ അതിനനുസരിച്ച്. അപ്പോൾ മോശ ചോദിക്കുകയാണ്, ഈ ജനങ്ങൾക്കെല്ലാം വേണ്ടുവോളം ആടുകളെയും കാളകളെയും അവിടുന്ന് അറക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഈ പരിശുദ്ധാത്മാവിനോട് പോരടിക്കുന്ന ആത്മാവിൻ്റെ ഒരു ചെറിയൊരു ഒരു പീഡയാണ് ഇവിടെ മോശ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഒരു പീഡ കണ്ട ഉടനെ ദൈവം അതിനോട് ഒരു മയത്തിൽ പെരുമാറുന്ന രീതിയല്ല ബൈബിളിൽ കാണുന്നത്. തുടർന്ന് ഇങ്ങനെ ഈ പീഡ അനുഭവിച്ചിരുന്ന മോശയോട് എങ്ങനെയാണ് ദൈവം പെരുമാറുന്നതെന്ന് സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായത്തിലെ 23-ാമത്തെ വാക്യത്തിലുണ്ട്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ? എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ ഇന്ന് കണ്ടിരിക്കും. ഹല്ലേലൂയ. എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ? എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ ഇന്ന് കണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിനെ പ്രകോപിപ്പിക്കുന്ന ഒരു പാപമാണ് പരിശുദ്ധാത്മാവിനോട് പോരടിക്കുന്ന ഈ ആത്മാവിൻ്റെ പ്രേരണയ്ക്ക് വശംവദമാകുക എന്നുള്ളത്. ഇത് തന്നെയാണ് ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. അനുസരണക്കേട് കാണിച്ചവരോടല്ലേ ഒരിക്കലും തൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ലെന്ന് അവിടുന്ന് ആണയിട്ട് പറഞ്ഞത്. ചിന്തിച്ചു നോക്കുക,
അനുസരണക്കേട് കാണിച്ച് പരിശുദ്ധാത്മാവിന് പോരടിച്ചുകൊണ്ട് നടന്നവരോട് ദൈവം ആണയിട്ട് ശപഥം ചെയ്ത് പറയാണ്, നിങ്ങൾ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക്, എൻ്റെ സമാധാനത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കില്ല. വേറെ വാക്കി പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനോട് പോരടിക്കുന്ന ഈ ആത്മാവിൻ്റെ പ്രേരണയ്ക്ക് ഞാനും നിങ്ങളും തുടരെ വശംവദരായാൽ പിന്നെ സംഭവിക്കുന്ന കാര്യമാണ്, ദൈവത്തിൻ്റെ സമാധാനത്തിൽ നിന്ന് ഞാനും നിങ്ങളും എന്നേക്കുമായി വിട്ടുപോകും. ദൈവത്തിൻ്റെ കോപം എൻ്റെയും നിങ്ങളുടെ മേൽ വരും. അതാണ് ഹെബ്രായ ലേഖനം 3:17 മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവരല്ലേ അവരുമായല്ലേ അവർ 40 സംവത്സരം മല്ലടിച്ചത്. അവരുടെ ശരീരങ്ങളല്ലേ പാപം മൂലം മരുഭൂമിയിൽ നിബദിച്ചത്. പരിശുദ്ധാത്മാവിനോട് പോരടിക്കുന്ന ഈ ആത്മാവിൻ്റെ പ്രേരണയ്ക്ക് ഞാനും നിങ്ങൾ വശംവദരായാൽ ദൈവത്തിൻ്റെ കോപം എൻ്റെയും നിങ്ങളുടെ മേൽ വരും എന്ന് തിരുലിഖിതം വെളിപ്പെടുത്തുന്നുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ 3 അതിൽ 10 തിരുലിഖിതം, അതിനാൽ ആ തലമുറയോട് ഞാൻ കോപിച്ചു പറഞ്ഞു, അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റ് ചെയ്യുന്നു, എൻ്റെ വഴികൾ അവർ മനസ്സിലാക്കിയിട്ടുമില്ല. എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്ത് പറഞ്ഞതുപോലെ അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 3 യേശു പറഞ്ഞു, അവർ നിത്യപാപത്തിന് ഉത്തരവാദിയായിരിക്കും. ഹെബ്രായ ലേഖനം 3 10 മുതലുള്ള വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ്, ദൈവം കോപിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവ കോപം വിളിച്ചു വരുത്തുന്ന ഒരു പാപമാണ്. പരിശുദ്ധാത്മാവിനോട് പോരടിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ആ പ്രവർത്തനങ്ങളെ സംശയിക്കുക എന്നുള്ളത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ഇടവകയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ സംശയം തോന്നുകയാണ്. എൻ്റെ ദേശത്ത് ആത്മീയസോട് നടക്കുമ്പോൾ, ദൈവവചന പ്രഘോഷണങ്ങൾ നടക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമ്പോൾ, അനേകം ദൈവദാസന്മാർ യേശുവിൻ്റെ നാമത്തിൽ ദൈവരാജ്യ വേല ചെയ്യുമ്പോൾ അവരോടെല്ലാം പോരടിക്കുന്നൊരു മനസ്സ്, പോരടിക്കുന്നൊരു ചിന്ത എൻ്റെ അന്തരംഗത്തിൽ തോന്നുകയാണ്. എൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ ഇടതും വലതും യേശുവിൻ്റെ നാമത്തിൽ വൻ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാതെ എൻ്റെ ഉള്ളിൽ അതിനോടെല്ലാം പോരടിക്കുന്നൊരു ആത്മാവ് എന്നെ നിരന്തരം വശംപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ തീ പോലെയുള്ള ആത്മാവ്, തീ പോലെയുള്ള ശക്തി വ്യാപരിച്ച്, അഗ്നി സദൃശമായ ദൈവശക്തി വ്യാപരിച്ച് എല്ലാ എതിർശക്തികളെയും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇപ്പോൾ ചുട്ട് ചാമ്പലാക്കട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ കുടുംബങ്ങളിലും ഈ സമൂഹങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളിലും കാലാകാലങ്ങളായി ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുർപീഡകൾ അരൂപികളും അവയുടെ കോട്ടകൊത്തളങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഛിന്ന ഭിന്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിശ്വാസത്തിൻ്റെ, അനുസരണക്കേടിൻ്റെ, മല്ലടിക്കുന്ന പ്രകൃതങ്ങളുടെ, പോരടിക്കുന്ന ആത്മാക്കളുടെ എല്ലാ തരത്തിലുള്ള കുതന്ത്രങ്ങളും ആധിപത്യങ്ങളും കെണികളും യേശുനാമത്തിൽ ഇപ്പോൾ ഛിന്ന ഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോരുത്തരും ഇപ്പോൾ അവരവരായിരിക്കുന്ന ഏത് തരത്തിലുള്ള കഠിനമായ അവസ്ഥകളാണെങ്കിലും രക്ഷിതാവായി യേശുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച്, യേശുവേ എന്ന് ഹൃദയം നുറുങ്ങി വിളിച്ച് തൻ്റെ വേദനയും ദുഃഖവും യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമെങ്കിൽ ഈ നിമിഷം നിലവിളിക്കുന്ന ഈ സമയത്ത് തന്നെ അത്ഭുത വിടുതലുണ്ട്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. എല്ലാവരും യേശുവിൻ്റെ നാമം വിളിക്കട്ടെ. രോഗികൾ യേശുവിൻ്റെ നാമം വിളിക്കട്ടെ. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്തവർ, ചെവി കേൾക്കാൻ പറ്റാത്തവർ, ശ്വാസം കിടാൻ പറ്റാത്തവർ, പലതരത്തിലുള്ള സംസാര തടസ്സങ്ങളുള്ളവർ എല്ലാവരും യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ രാജാവേ, ഇപ്പോൾ അത്ഭുതകരമായ ശക്തി ഓരോ കുടുംബങ്ങളിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. ക്യാൻസർ രോഗികൾ, ആസ്മ രോഗികൾ, അപസ്മാര രോഗത്താൽ പീഡിപ്പിക്കപ്പെടുന്നവർ, ദുഷ്ടാത്മാക്കളുടെ ഉപദ്രവങ്ങളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, സാമ്പത്തിക തടസ്സങ്ങൾ നിമിത്തം എല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നവർ, ബിസിനസ് പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്നവർ, കൃഷിനാശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ,
അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ, ജോലി മേഖലകളിൽ തടസ്സം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ, പഠിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥിനികൾ, ദൈവമേ എത്ര ശ്രമിച്ചിട്ടും വിവാഹം നടക്കാത്ത യുവാക്കന്മാർ, ഓരോ തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കുടുംബ കലഹ നിമിത്തം തകർന്നുകൊണ്ട് കുടുംബങ്ങൾ, ഓരോ മേഖലകൾക്ക് അത്ഭുതകരമായ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും വ്യക്തി ജീവിതങ്ങൾ തടസ്സങ്ങളും തകർച്ചകളും തിന്മകളും വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. രോഗികൾ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.